പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിയമാവർത്തനം 8:10. നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയ നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകം വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ ശാന്തത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ ഈ നല്ല ദിവസം കർത്താവിൻ്റെ വചനം കേൾക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചു. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹമാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ നാളുകളിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ട ഓൺലൈൻ ധ്യാനത്തിൻ്റെ ശുശ്രൂഷകളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ. ഈ നാളുകളിൽ അച്ഛനും വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലത്തിൻ്റെ പലതരത്തിലുള്ള അടയാളങ്ങൾ കണ്ട് ദൈവജനത്തെ പ്രത്യേകമായ ദിനത്തിൽ ഒരു ദിശാബോധം നൽകി അത് നയിക്കാൻ തക്ക വിധം പരിശുദ്ധാത്മാവ് അച്ഛൻ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അച്ഛൻ്റെ ടോക്കുകളും ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കണമെന്ന് എനിക്കറിയാം. അതിന് ഈ നാളുകളിൽ അച്ഛനെ പ്രതി കർത്താവിനെ നന്ദി പറയാം, അച്ഛനെ ഓർത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ശുശ്രൂഷയിലും അച്ഛൻ്റെ വലിയൊരു അനുഗ്രഹം കൂട്ടായ്മയും നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആമുഖത്തിൽ കർത്താവ് നൽകിയ അനുഗ്രഹീത വചനം നിയമാവർത്തനം 8:10. കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ഈ ദേശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം. നമ്മൾ പല ദേശങ്ങളിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത്, വചനം കേൾക്കുന്നത്. എന്നാലും നമ്മൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ നല്ല കാര്യങ്ങളും കർത്താവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നന്നായി ജോലി ചെയ്യാൻ പറ്റി, നന്നായി പഠിക്കാൻ പറ്റി, കർത്താവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞെരുക്കങ്ങളുണ്ട്, എന്നാലും കർത്താവ് ഭക്ഷണം തരുന്നുണ്ടല്ലോ. ആ ദേശത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം, ഉപകാരികളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന് സന്തോഷത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ നമ്മൾ നന്ദി പറയാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ആരാധിക്കാൻ മറന്നുപോയ കുറേ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതിനെല്ലാം ഓർത്ത് ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, രക്ഷകനേശുവേ ആരാധിക്കാം. കൈകളടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ഉദ്ധിതനായോനെ ആരാധിക്കാം. ജീവന്റെ നാഥനെ, രാജാതിരാജനെ, ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. ജീവന്റെ നാഥനെ, രാജാതിരാജനെ, ആത്മാവിൻ നിറവോടെ കൈകൾ ഉയർത്തി ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ഉദ്ധിതനായോനെ ആരാധിക്കാം. നന്നായി കരങ്ങൾ അടിച്ച് വലിയ ഉണർവോടെ കർത്താവിനെ ആരാധിക്കുകയാണ്.
കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ സ്വരം നന്നായി ഉയർത്തണം. പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ, ഇടിമുഴക്കം പോലെ, വലിയ ആഹ്ലാദത്തോടെ കൂട്ടായ്മയോട് ചേർന്ന് ആരാധിക്കുന്ന പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കാം. ഇടിമിന്നലിൽ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കാം. ഇടിമിന്നലിൽ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആഹ്ലാദത്തിരതല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. ആഹ്ലാദത്തിരതല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. ഒരുമിച്ച് ഉച്ചത്തിൽ ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ഓ കർത്താവേ, ആരാധിക്കുന്ന സമൂഹത്തിൽ ദൈവശക്തി പ്രകടമാകും എന്നുള്ള വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവമേ, അപ്പസ്തോലന്മാർ രാത്രികാലം ആരാധിച്ചപ്പോൾ തടസ്സങ്ങൾ നീക്കിയ ദൈവമാണല്ലോ അവിടുന്ന്. ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന സമൂഹത്തിൽ പൈശാചികൾ വിട്ടുപോകുമെന്നുള്ള വെളിപ്പെടുത്തൽ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളോ പീഡകളോ തടസ്സങ്ങളോ ഞെരുക്കങ്ങളോ തകർച്ചകളോ പോലെ ക്ലേശിക്കുന്ന വ്യക്തികളോ കുടുംബങ്ങളുണ്ടെങ്കിൽ ദൈവമേ, ഈ ദൈവാരാധന സമയത്ത്, ദൈവസ്തുതിപ്പിന്റെ സമയത്ത് ദൈവജനം ഇപ്പോൾ വിടുതൽ സ്ഥാപിക്കട്ടെ. സാത്താന്റെ കോട്ടകൾ തകർന്നിടുമേ ദൈവത്തെ ആരാധിച്ച. അഭിഷേകത്തിൽ അഗ്നി ഇറങ്ങും ദൈവത്തെ ആരാധിച്ച. സാത്താന്റെ കോട്ടകൾ തകർന്നിടുമേ ദൈവത്തെ ആരാധിച്ച. അഭിഷേകത്തിൽ അഗ്നി ഇറങ്ങും ദൈവത്തെ ആരാധിച്ച. കരഘോഷമോടെ ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. കരഘോഷമോടെ ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുന്ന ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനായോനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. രക്ഷകനേശുവെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആരാധന 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 യേശുവേ, ആരാധന ആരാധന ആരാധന. വലിയ സ്തുതിപ്പിന്റെ അഭിഷേകം സമൂഹത്തിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവാരാധനയുടെ അഭിഷേകം സമൂഹത്തിലേക്ക് പടരട്ടെ. പുതിയ പുതിയ അഭിഷേകം തുറക്കപ്പെടട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. സ്വയം മറന്ന് ആരാധിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ കൃപ പകരണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. മറിയം കർത്താവിന്റെ പാദത്തിങ്കൽ വചനം കേൾക്കാൻ ഇരുന്നത് പോലെ സ്വസ്ഥമായി കർത്താവിന്റെ മുമ്പിൽ നമുക്കിരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. കഴിഞ്ഞ നാളുകളിൽ
ഞാൻ ഒരു ലേഖനം വായിച്ചതിൽ ചില കാര്യങ്ങൾ 1-2 സെൻറ്റൻസുകളാണ് കൊടുത്തിരിക്കുന്നത്, എനിക്ക് നന്നായിട്ട് സ്പർശിച്ചു. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്തിനാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് വളരെ വളരെ ഷോർട്ടായിട്ട് 1-2 സെൻറ്റൻസുകൾ താഴെ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനോട് സംസാരിക്കുന്നതിന് മുമ്പായി ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വീട്ടിലുള്ളവരോടും ചുറ്റുമുള്ളവരോടും സമൂഹത്തിലുള്ളവരോടും സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. വീണ്ടും പറഞ്ഞിരിക്കുന്നതാണ്, മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയിട്ട്. സുന്ദരമാണ്. സമൂഹത്തിൽ മനുഷ്യരോടുള്ള കൂട്ടായ്മ സഖ്യമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തോട് കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അടുത്തൊരു സെന്റൻസ് അതിനകത്ത് എഴുതിയത് ഇങ്ങനെയാണ്: ലോകത്തിന്റെ വാർത്തകൾ അറിയുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിന്റെ വാർത്തകൾ അറിയാൻ വേണ്ടിയാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. ഞാനൊക്കെ കൊണ്ട് ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, രാവിലെ പേപ്പർ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. അത് രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ പേപ്പർ വേണം. കട്ടൻ ചായയുടെ കൂടെ പേപ്പർ വായിച്ച് ലോകത്തിൻ്റെ വാർത്തകളെല്ലാം തെരഞ്ഞു പിടിച്ച് വായിക്കുക. ഒരു വിശ്വാസി അങ്ങനെയല്ല. വിശ്വാസി പറയുകയാണ്, ലോകത്തിൻ്റെ വാർത്തകൾ അറിയണം. അറിയുന്നതിന് മുമ്പ് തന്നെ ആദ്യം പ്രഭാതത്തിരുന്നൊരു സ്വർഗത്തിൻ്റെ വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ട്. വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ നാമം, മറ്റുള്ളവർ പേര് വിളിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിന്റെ നാമം വിളിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ തന്നെ കണ്ണാടിയിലൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ഷേപ്പ് ആക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. അന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ ഇന്നത്തെ ലോകത്തിന്റെ ഒരു ട്രെൻഡ് നേരെ തിരിച്ചാണ്. ഞാൻ പല ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്ന പല വ്യക്തികളോടും ഈ കഴിഞ്ഞ നാളുകളിൽ വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ടൊക്കെ സംസാരിച്ച് വരുമ്പോൾ രാവിലെ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന് വെറുതെ ചോദിച്ചു. ചില യുവജന സുഹൃത്തുക്കളോട് ചോദിച്ചു. അങ്ങനെ പല പല ജീവിത സാഹചര്യങ്ങളോടും ചോദിച്ചു. എൻ്റെ സഹോദരങ്ങളെ, എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ചധികം പേരെങ്കിലും ലോകത്തിൻ്റെ ആ ഒരു ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? രാത്രി ഒരുപാട് വൈകി കിടക്കാൻ പോവുക, എന്നിട്ട് പ്രഭാതത്തിൽ താമസിച്ച് എഴുന്നേൽക്കുക. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഇരുന്ന് കമ്പ്യൂട്ടറിൽ വർക്ക്, ജോലി, ബാക്കി എല്ലാ കാര്യങ്ങളും തീർക്കണം. അതിനുവേണ്ടി രാത്രി പകലാക്കി അതുപോലെ വർക്ക് ചെയ്യാണ്, ശരിക്കും നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് പ്രഭാതത്തിൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നു, വേഗം ചടപടെന്ന് റെഡിയാകുന്നു, വേഗം യാത്രയാകുന്നു. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, ഒരുപാട് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നു, പ്രഭാതത്തിൽ ഒരുപാട് താമസിച്ച് എഴുന്നേൽക്കുന്നു. ഞാനൊരു ചെറുപ്പക്കാരൻ, ഒരു സിറ്റിയിലുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, അവർ ഞങ്ങളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു വല്ല ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് സംഗതി അങ്ങനെയാണ്. അപ്പോൾ അതല്ല, രാത്രി ഒരുപാട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ സമയമില്ല. അപ്പോൾ എന്ത് ചെയ്ത് കുളിക്കുന്നു, റെഡിയാകുന്നു, വേഗം ഓഫീസിൽ പോകുന്നു, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ്, വൈകുന്നേരം ഫുഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ പണ്ടത്തെ കുടുംബങ്ങളെ ചിന്തിച്ച് നോക്കുക. പണ്ടത്തെ കുടുംബങ്ങളിൽ നമ്മുടെ കാരണവന്മാര് അവർ നേരത്തെ കിടക്കും, അല്ലേ? 9-9:30 ആകുമ്പോഴത്തേക്കും കിടക്കും. പിന്നെ കുട്ടികളുടെ വീട്ടിൽ താമസിച്ചാൽ കിടക്കാൻ പറ്റും. അതങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും കുടുംബങ്ങൾ പൊതുവെ നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ജപമാല ചൊല്ലി, വചനം വായിച്ച്, യാമപ്രാർത്ഥനകൾ ചൊല്ലി, അങ്ങനെ ശക്തി സംഭരിച്ച് മുന്നോട്ട് പോകുന്നൊരു ജീവിതശൈലിയാണ് ശരിക്കും ക്രൈസ്തവ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത്. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ് സഹോദരങ്ങളെ. എന്നാൽ ഇന്ന് എല്ലാ ജീവിതാദർശപ്പെട്ടവരും, അത് വൈദികരാണെങ്കിലും അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും, പതുക്കെ രാത്രി കൂടുതൽ സമയം വർക്ക് ചെയ്യുകയും പ്രഭാതത്തെ താമസിച്ച് എഴുന്നേൽക്കാൻ പോകുന്നൊരു ട്രെൻഡ് ലോകത്തിൻ്റെ ട്രെൻഡ് അല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ അഭിഷേകത്തിൽ ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചിരുന്നു. അതായത് നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ല, ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ല, വചനമാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. വചനത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ നമുക്കുണ്ടായിരിക്കണം. അത് വെച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴിയുമാണ്. ഞാൻ ആ വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 39 വേഴ്സ് 5. വചനം നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതിന് മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു.
അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രഭാഷകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൽ വചനം പഠിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അധ്യായം. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ എന്ത് ചോദിക്കേ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിന്റെ ഉദ്ദേശം എന്നാ? അല്ലേ? നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളൊന്ന് ചിന്തിച്ച് നോക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരുന്നുണ്ട്, ഹായ്, കർത്താവിനെ കാണാൻ വേണ്ടി, കർത്താവിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് എഴുന്നേൽക്കുന്നതെന്ന് ആ വചനം വെച്ച് നമ്മളെ ഒന്ന് പരിശോധിക്കണം. അല്ലേ? രാവിലെ എഴുന്നേൽക്കണം, വേഗം പ്രാർത്ഥനകൾ സമർപ്പിക്കണം, ജപമാല ചൊല്ലണം, അല്ലെ യാമപ്രാർത്ഥന ചൊല്ലണം, വിശുദ്ധ കുർബാന അർപ്പിക്കണം, വചനം വായിക്കണം. ആ ഒരു സന്തോഷത്തോടു കൂടിയാണോ രാവിലെ എഴുന്നേൽക്കുന്നത്? എന്നിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ നോക്കിയ സഹോദരങ്ങളെ, അതായത് അവൻ അതിരാവിലെ എഴുന്നേൽക്കണം. പിന്നെയോ ഒരു വാക്കുണ്ട്, താല്പര്യപൂർവ്വം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യുവജനങ്ങൾ, കുട്ടികൾ, നിങ്ങൾ ശ്രദ്ധിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല താല്പര്യത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. അതോ നമ്മളെ വന്ന് വിളിക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും തിരിഞ്ഞ് കുറച്ച് ഇങ്ങോട്ടും തിരിഞ്ഞ്? അങ്ങനെയല്ല. വചനം വെളിപ്പെടുത്താണ്, കർത്താവിനെ സ്നേഹിക്കുന്നവൻ, കർത്താവിനെ അന്വേഷിക്കുന്നവൻ അതിരാവിലെ വളരെ ഉത്സാഹത്തോടെ എഴുന്നേക്കുന്നു, വേഗം പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ആ ഒരു ഉത്സാഹം, ഒരു താല്പര്യം രാവിലെ എഴുന്നേക്കാൻ എന്തിനാ? കർത്താവിനെ അന്വേഷിക്കാൻ. നിങ്ങൾ എന്ത് ചോദിക്കുക, പണ്ട് സ്കൂളിൽ നിന്ന് വല്ലപ്പോഴൊക്കെ ഒരു വിനോദയാത്ര, എക്സ്കർഷനൊക്കെ പോയിരുന്ന കാലഘട്ടം ചിന്തിക്കുക. ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയെന്നുണ്ട്, മീച്ചയില്ല. അന്നത്തെ കാലം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പം എന്നെ വിനോദയാത്ര, എക്സ്കർഷൻ എന്നൊക്കെ പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ ഒരുപാട് ചോദിച്ചാലേ പെർമിഷൻ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഓർക്കണ്ട, അന്ന് കിടന്ന ഉറക്കം പോലും വരില്ല. എത്ര പ്രാവശ്യം എഴുന്നേക്കുന്നത്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉത്സാഹം, ഇന്ന് വിനോദയാത്ര, ഇന്ന് പോകാമല്ലോ. ആ ഒരു ഉത്സാഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ കാണാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ, വചനം വായിക്കാമല്ലോ, ആ ഒരു ഉത്സാഹം വരുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പം നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിന്തിച്ച് നോക്കാം, എന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം വരുന്ന ചിന്ത ചിന്തിച്ച് നോക്കാം. കർത്താവിനെ ഈ ഒരു ആഗ്രഹമാണ് വരുന്നത്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 32-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 32 വേഴ്സ് 14, നല്ല വചനമാണ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയൊരു വാഗ്ദാനം നിന്നിരിക്കുകയാണ്. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഒരു സംഗതി കൊടുക്കും. അതാണ് ദൈവ കൃപ, ദ ഗ്രേസ്. കൃപ കൊടുക്കും. പ്രഭാതത്തിൽ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ് കൃപ, ദൈവകൃപ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ വേണം. ദൈവകൃപയില്ലാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അനേകര് ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിക്കുന്ന എനിക്കറിയാം, രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ച്, എന്നാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ല ദൈവം കൃപ തരുന്നത്, ദൈവത്തിൻ്റെ ദയയും കരുണ കൊണ്ടാണ്. പക്ഷേ പ്രാർത്ഥനകൾ അർപ്പിച്ചിട്ട് അല്ലെങ്കിൽ വചനം വായിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച് പോകുന്ന ദിവസവും അല്ലാത്ത ദിവസം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇത് ചോദിക്കുക, പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ദിവസം പ്രാർത്ഥിക്കാതെ ഇറങ്ങുന്ന ദിവസം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകണം. അല്ലേ? കോരിന്തോസുകാർക്ക് ലേഖനത്തിലെ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന ചില വചനങ്ങളുണ്ട്. എന്താ? ഞാൻ എന്തായിരിക്കും ദൈവകൃപയാലാണ്, എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, ഞാനല്ല അധ്വാനിച്ചത്, പിന്നെയോ ദൈവത്തിൻ്റെ കൃപയാണ് അധ്വാനിച്ചത്. ഈ കൃപ നമ്മുടെ ജീവിതത്തിൽ അധ്വാനിക്കണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് ദൈവം ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ, ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 16 വേഴ്സ് 27 and 28, വളരെ നല്ലൊരു വചനമാണ്, നമുക്ക് വായിക്കാം. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. നിങ്ങൾ ആ വചനത്തിൽ നോക്കിയിരുന്നു, അതിന് വെളിപ്പെടുത്താണ് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ എപ്പോഴാ? സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങയോട് പ്രാർത്ഥിക്കണം എന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു.
ആ വചനത്തിൻ്റെ അർത്ഥം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ആ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറപ്പാട് സംഭവം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാലേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. എന്താണെന്നറിയാവോ? അതായത് ഈ ഇസ്രായേൽക്കാർ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ രാവിലെ എഴുന്നേക്ക മഹാമടിയന്മാരായിരുന്നു. രാവിലെ എഴുന്നേക്ക ഭയങ്കര മടിയാണ് ഇസ്രായേൽക്കാർക്ക്. എന്ത് ചെയ്ത് രാവിലെ എഴുന്നേക്കുകയല്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ഒരു ചെറിയ സൂത്രം ഒപ്പിച്ച് വെച്ചു. ദൈവം ചെയ്യുന്നറിയാം, ഇവർക്ക് രാവിലെ കൊടുക്കുന്ന ആ കൊത്തമ്പാല രുചിയൊക്കെയുള്ള മന്ന അങ്ങനത്തെ ഒക്കെ പല സാധനങ്ങൾ കർത്താവ് കൊടുക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കർത്താവ് സൂര്യോദയത്തിന് മുമ്പ് ദൈവം അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ഉരുകിപ്പോവും, പിന്നെ കഴിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേൽക്കാർ വേഗം സൂര്യോദയത്തിന് മുമ്പ് ചാടി എഴുന്നേൽക്കും. കാരണം എന്താ? ഇല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. Praise the Lord. Praise the Lord. ഇനി നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കി എൻ്റെ സഹോദരങ്ങളെ. അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുകി. അതിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മണ്ണിൽ ഉരുകി പോവുക. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇസ്രായേൽക്കാരെ ദൈവം പ്രത്യേകമായി പേര് ചൊല്ലി വേർതിരിച്ച സ്വന്തം ജനമായി മാറ്റി ഇസ്രായേൽ. ആ ഇസ്രായേലിലെ പിന്തുടർച്ചക്കാരെ പുതിയ ഇസ്രായേലാണ് നമ്മള്. അപ്പൊ ആ ഇസ്രായേൽക്കാർക്ക് അതൊരു ട്രെയിനിങ് കൊടുക്കുക. എന്നാന്നറിയാവോ? രാവിലെ എഴുന്നേക്കണം. അതാണ് സൂര്യോദയത്തിന് മുമ്പ് പുലർക്കാല വെളിച്ചത്തിൽ മനുഷ്യൻ എഴുന്നേറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം, പ്രാർത്ഥിക്കണം എന്നതിന്റെ സൂചനയായിരുന്നു അത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവം മനുഷ്യനെ പരിശീലിപ്പിക്കുന്നത്? പുറപ്പാട് 16:21 ആ വചനം കിടക്കുന്നുണ്ട്. പ്രഭാതം തോറും ഓരോരുത്തർക്കും തങ്ങൾക്ക് ഭക്ഷിക്കാവുന്നിടത്തോളം ശേഖരിച്ചു കൊണ്ടിരുന്നു, ബാക്കിയുള്ളത് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഉരുകിപ്പോയിരുന്നു. ഇതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന സഹോദരങ്ങളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽക്കാരെ രാവിലെ എഴുന്നേക്കാൻ വേണ്ടി തുടങ്ങി. അത് എന്തിനു വേണ്ടിയിട്ടാ? ദൈവം അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശാരീരികമായ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആത്മീയ ഭക്ഷണം കഴിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. ആ മന്ന എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയുടെ പ്രത്യേകമായി വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് മനുഷ്യൻ എന്താ ചെയ്യുന്നത്? പ്രമാദത്തിൽ എഴുന്നേക്കണം, അവൻ റെഡിയാകണം, തയ്യാറാകണം, വചനം വായിക്കണം, പ്രാർത്ഥന ചൊല്ലാം, ജപമാല ചൊല്ലണം, പ്രാർത്ഥനകളെല്ലാം തീർക്കണം, അതിനുശേഷം വിശുദ്ധ കുർബാന അർപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ദൈവം ഇസ്രായേലിന് കൊടുത്തൊരു പരിശീലനമാണ് സഹോദരങ്ങളെ. അല്ലെങ്കിൽ കർത്താൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നോ? ആൾക്കാരെല്ലാം എഴുന്നേറ്റ് റെഡിയായി പല്ലൊക്കെ തേച്ച് നല്ല ക്ലിയർ ആയിട്ട് വരുമ്പോൾ ഒരു 9 മണിയാകുമ്പോൾ മന്നയും കിട്ടുകൊടുത്താൽ പോരായിരുന്നോ? ദൈവം ചെയ്തില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു? യോവർ കിടക്കപ്പായി എന്ന് രാവിലെ എഴുന്നേറ്റ് 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊട്ടയം ഇറക്കി പോവാ, സാധനം കിട്ടില്ല. എത്ര ദൈവം പരിശീലിപ്പിക്കുന്ന സഹോദരങ്ങളെ. Praise the Lord. Praise the Lord. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം, യുവതി യുവാക്കൾ കേൾക്കണം. ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ രാവിലെ എഴുന്നേക്ക് മോനെ പള്ളിയിൽ പോ, വചനം വായിക്ക്, കൊന്ത ചെല്ല്, അല്ലെങ്കിൽ ഇപ്പോൾ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, ഓൺലൈൻ മാസം കാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ദൈവം പണ്ട് ഇസ്രായേൽക്കാരെ പരിശീലിപ്പിച്ചതുപോലെ ഇന്ന് മാതാപിതാക്കന്മാരുടെ മുതിർന്ന ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരുപാട് ബൈബിളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവാനുഗ്രഹം കിട്ടുന്നതൊക്കെ പ്രഭാതത്തിൽ എഴുന്നേക്കുന്ന സൂചന കിടക്കുന്നത്. അത് നമ്മൾ കാണുന്നത് പുറപ്പാട് 34-ാമത്തെ അധ്യായത്തിൽ 2-ാം വാക്യത്തിലാണ്. പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുൻപിൽ നീ സന്നിഹിതനാകണം. വെളിപ്പെടുത്തുക 2-ാമത്തെ വാക്യാണത്. പ്രമാദത്തിൽ തന്നെ നീ തയ്യാറാകണം, സീനായി മകൾ എൻ്റെ മുമ്പിൽ വരണം. അവിടെ വെച്ചാണ് ദൈവം ഒരുപാട് വെളിപ്പെടുത്തലുകൾ മോശയ്ക്ക് കൊടുക്കുന്നത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ, ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും, അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. എന്താണ് വചനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ജ്ഞാനം ലഭിക്കുന്നതിനെ കുറിച്ചാണ് വചനം. ജ്ഞാനം ലഭിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളതാണ്, അല്ലേ? പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവള് ജ്ഞാനം നിന്റെ മുൻപിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ദൈവകൃപയില്ലാതെ നമുക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് പറയുന്നത് പോലെ ജ്ഞാനമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ബാറൂക്കിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. ഒന്നിലും ജ്ഞാനമില്ലാതിരുന്നത് കൊണ്ടാണ് ആ ജനം നശിച്ചു പോയത്. അത് രാജാക്കന്മാരെ കുറിച്ചും പണക്കാരെ കുറിച്ചും പാവപ്പെട്ടതിനെ കുറിച്ചും എല്ലാവരെ കുറിച്ചും പറഞ്ഞിരിക്കുക. അതുകൊണ്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അപ്പം തന്നെ ഒരു ജ്ഞാനം കർത്താവ് തരും.
വീണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സാമുവേൽ പ്രവചനത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം, അവിടെ വചനം ഇങ്ങനെയാണ് കാണുന്നത്. പ്രഭാതമായപ്പോൾ സാമുവേൽ വീടിന്റെ മുകൾ തട്ടിൽ ചെന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. Hallelujah. എന്ന് പറഞ്ഞാൽ ദൈവം സാവൂളിന്റെ ചില കഴുതകളൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്നിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്, സാമൂലിന്റെ അടുക്കൽ എത്തിയിരിക്കുക. അങ്ങനെ സാമൂലിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാത്രി കിടന്നുറങ്ങി. രാവിലെ സാമൂല് നേരത്തെ എഴുന്നേറ്റിട്ട് സാവൂലിനെ പോയി വിളിക്കുക. പ്രമാദത്തിൽ വിളിച്ചിട്ട് പറയാണ്, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ശരിക്കും പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സാമൂലിന്റെ അടുക്കൽ ഗസ്റ്റ് ആണ് സാവൂള്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ നന്നായിട്ടൊന്ന് ഉറങ്ങി ഫ്രഷ് ആയിട്ട് പതുക്കെ എഴുന്നേറ്റ് വരട്ടെ, അപ്പോൾ കാര്യങ്ങൾ പറയാമെന്നല്ലല്ലോ. സാമുവേൽ വേഗം ചെല്ലുകയാണ്, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങളെ, ശരിക്കും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ പോലും നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ശരിക്കും ദൈവം ചില കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ വഴികളൊക്കെ പറഞ്ഞു തരുന്നത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് സഹോദരങ്ങളെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അനുഗ്രഹം പ്രാപിക്കാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക ഒരു ശീലമാക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ നാളുകളിലെ വചന ശുശ്രൂഷകൾ ഒരു പ്രത്യേക കാര്യം ഫോക്കസ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിതാണ്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രിൻസിപ്പിൾസ് വേണം. എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത്? ഇന്ന വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് കൊണ്ടും ഈ വചനം ഞാൻ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ആക്സിഡന്റിലായിട്ട് ചിലപ്പോൾ രാത്രി ഉറക്കളിക്കുന്ന പല സംഭവങ്ങളും വരാം. ചിലപ്പോൾ രോഗം വന്നു, ബുദ്ധിമുട്ട് വന്നു, യാത്രയായിരുന്നു, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഒരു പരിശ്രമം വേണം. ജോലികളെല്ലാം നേരത്തെ തീർത്ത്, നേരത്തെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ്, നേരത്തെ ഭക്ഷണം കഴിച്ച്, നേരത്തെ കിടന്നുറങ്ങി, നേരത്തെ എഴുന്നേറ്റ് ഒരു ജീവിതശൈലി കൊണ്ടുവന്നാൽ എൻ്റെ നോക്കി നിൽക്കുമ്പോൾ ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആരാധനയിൽ കർത്താവ് കൃപ നമുക്ക് ചൊരിയട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കരുണാവാനായ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് കൃപയിലായിരിക്കാം. വിശുദ്ധ ഫൗസ്തീന ഡയറിയിൽ 1310 കണ്ണകയിൽ ഫൗസ്തീന തനിക്കുണ്ടായ വലിയൊരു ബുദ്ധിമുട്ട് കർത്താവിനെ അറിയിക്കുകയാണ്. കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവ്, എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ എഴുന്നേക്കാൻ എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എൻ്റെ സർവ്വശക്തിയും സംഭരിച്ചാൽ ഇന്ന് എഴുന്നേക്കാൻ പറ്റുന്നുള്ളൂ. ഒരു യുദ്ധം ചെയ്താൽ മാത്രമേ പ്രഭാതത്തിൽ എഴുന്നേക്കാൻ പറ്റുന്നുള്ളൂ. കർത്താവിനോട് അവൾ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക വചനമായതുകൊണ്ട് അത് തടസ്സപ്പെടുത്താൻ പിശാച് പലതരത്തിൽ പരിശ്രമിക്കും. അതിനെ നമ്മൾ അതിജീവിക്കണം. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഓർമ്മ ഫൗസ്തീനയ്ക്ക് ശക്തി കൊടുത്ത് ചാടി എഴുന്നേറ്റു എന്ന് പറയുന്നത് പോലെ കർത്താവിൽ ആശ്രയിക്കണം. ഈ സമയത്ത് ഈ ഒരു കൃപ തുറക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങയെ അന്വേഷിക്കാൻ, അങ്ങയുടെ നാമം വിളിക്കാൻ, വചനം സ്വീകരിക്കാൻ, ജ്ഞാനം സ്വീകരിക്കാൻ, കൃപ സ്വീകരിക്കാൻ, പ്രാർത്ഥിക്കാൻ കർത്താവ് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമസ്ത കെട്ടുകളും കർത്താവിന് അഴിക്കണമേ, വിടുതൽ നൽകണമേ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു. മടിയുടെ അലസത കെട്ടുകൾ അഴിയട്ടെ. വിട്ടോട്ടെ. ജീവാത്മാവിൻ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. പ്രഭാതത്തിൽ എഴുന്നേക്കാൻ തക്കത് ദൈവകൃപ വ്യാപരിക്കട്ടെ. അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി.